ബഹുമാന്യരായ പ്രിയ സഹോദരങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനവും നന്ദിയും അറിയിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കർത്താവിന്റെ സന്നിധി പ്രാർത്ഥനയോടെ ആയിരിക്കാൻ വലിയവനായ ദൈവം സഹായിച്ചു പോർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കോവിഡ് വ്യാപനം വളരെ കൂടുതലായി ഇടയായിത്തീർന്നു. കോഴിക്കോടൊക്കെ 800-ന് മുകളിൽ അതേയായിരുന്നു. നമ്മുടെ കൊല്ലം ജില്ലയിൽ 400-ന് മുകളിൽ കോവിഡ് ബാധ ഉണ്ടാകുവാൻ ഇടയായിരുന്നു. തിരുവനന്തപുരം, കോഴിക്കോടും, കാസർഗോഡും, കണ്ണൂരും ഒക്കെ വളരെ വ്യാപനം കൂടുതലാണ്. നമ്മുടെ ഈ സ്ഥലങ്ങളിൽ വളരെ വിരളമാണെങ്കിലും വളരെ സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവജനം ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങളിലൊന്നും ഈ രോഗത്തിന്റെ വ്യാപനം ഉണ്ടാകരുത്. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ദൈവം സൂക്ഷിക്കുവാനായിട്ട് ദൈവത്തിന്റെ വലിയ സംരക്ഷണവും കാവലും പരിപാലനവും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ഉണ്ടാകുവാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും അറിയിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. സ്തോത്രം. ദൈവം ധാരണമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ച ഒരു വേദഭാഗം ദൈവമക്കളുമായിട്ട് ഷെയർ ചെയ്ത് ദൈവസന്നിധിയിൽ ഇരിക്കാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നു. അതിനാധാരമായിട്ട് സങ്കീർത്തനങ്ങൾ 5-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ വാക്യം ചിന്തയ്ക്ക് വേണ്ടി വായിക്കാം. 5-ാമത്തെ സങ്കീർത്തനം 11-ാമത്തെ വാക്യം ചിന്തയ്ക്ക് വേണ്ടി. എന്നാൽ നിന്റെ ശരണം പ്രാപിക്കുന്നവരെ അവരെല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. എന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. ആമേൻ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് നാം ഇവിടെ വായിക്കുവാനായിട്ട് ഇടയായിട്ടുള്ളത്. സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിനെ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിന്, ദൈവത്തെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിക്കും സ്തോത്രം ദൈവം കൊടുക്കുന്ന ഓരോ അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങളെയാണ് ഈ വാക്യത്തിൽ കൂടെ ചിന്തിപ്പാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. സ്തോത്രം. ഇവിടെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ നാമത്തെ നാം സ്നേഹിച്ചാൽ നമുക്ക് സ്തോത്രം സന്തോഷം ഉണ്ടാകും, ഉല്ലാസം ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ സ്നേഹിച്ചാൽ നമുക്ക് നന്മയുണ്ടാകും, അനുഗ്രഹമുണ്ടാകും, ഉല്ലാസമുണ്ടാകും, സന്തോഷമുണ്ടാകും. ക്രിസ്ത്യൻ ജീവിതം ഹല്ലേലൂയ അനുഗ്രഹ തുല്യമായി തീരുന്നതിന്റെ പിൻപിലെ കാരണം സ്തോത്രം ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന നന്മകളാണ്. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതകൾ സ്തോത്രം ഉണ്ടാകുന്ന അനുഭവങ്ങൾ അനേകർക്ക് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കൊരിന്ത്യർ ലേഖന കർത്താവ് പറയുന്നു, ക്രിസ്ത്യാനിയായി കഷ്ടം അനുഭവിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ ചെയ്യേണ്ടത്. സ്തോത്രം. കാരണം ക്രിസ്ത്യാനിയായി കഷ്ടം അനുഭവിക്കേണ്ടി വരുന്ന ദൈവ പൈതലിനെ സ്തോത്രം കഷ്ടതയുടെ നടുവിൽ ഒരു പോക്കുവഴി ഒരുക്കി ദൈവം ആരിപ്പാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കൾ കർത്താവിനെ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായി സ്നേഹിക്കണം. കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കണം. നോക്കിയേ, സ്നേഹിച്ചു കഴിഞ്ഞാൽ ദൈവ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന അനേക കാര്യങ്ങളിൽ ചില ചിന്തകൾ നമുക്ക് ചിന്തിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം ചിന്തിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് എന്തോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കുന്ന അനുഗ്രഹങ്ങളുണ്ട്. സ്തോത്രം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും
ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. സ്വന്തം അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി ദൈവം ഒരുക്കുന്നതായ നന്മ സ്വന്തം ഒരു മനുഷ്യന് കാണാൻ കഴിയത്തില്ല. സ്വന്തം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. സ്വന്തം ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല, ചെവി കൊണ്ട് കേട്ടിട്ടുമില്ല, ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. സ്വന്തം ഈ വ്യക്തി എങ്ങനെയായി തീരുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ദൈവത്തെ സ്നേഹിച്ച യോസഫിന്റെ അപ്പനും അമ്മയും സ്വന്തം ദൈവത്തെ സ്നേഹിക്കുന്ന യോസഫ് വളരെ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. ദൈവം ചില വെളിപ്പാടും ദർശനങ്ങളും ഒക്കെ യോസഫിന് എന്ത് ചെയ്തു? ദൈവം കൊടുത്തു. എന്നാൽ ദൈവം കൊടുത്ത വെളിപ്പാടും ദൈവം കൊടുത്ത ദർശനവും അപ്പനും അമ്മയ്ക്കും എന്ത് ചെയ്തില്ല? അറിയത്തില്ല. തന്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് തനിക്ക് ലഭിച്ച ദർശനവും തനിക്ക് ലഭിച്ച വെളിപ്പാടും അവർക്ക് എന്ത് ചെയ്തില്ല? അറിയത്തില്ല. സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. യോസഫിന് വേണ്ടി ദൈവം ഒരുക്കുന്ന ശ്രേഷ്ഠമേറിയ അനുഭവങ്ങളെ ദൈവ വെളിപ്പാടിൽ സ്വതന്ത്രം യോസഫിനോട് ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. വെളിപ്പാടിൽ പറഞ്ഞപ്പോൾ അപ്പന് മനസ്സിലായില്ല, അമ്മയ്ക്ക് മനസ്സിലായില്ല, സഹോദരങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷേ അവർ ഹല്ലേലൂയ പറഞ്ഞു, നിന്നെ ഞങ്ങൾ വണങ്ങുമെന്നാണോ? സ്തോത്രം. നിന്നെ ഞങ്ങൾ നമസ്കരിക്കുമെന്നാണോ നീ പറയുന്നത് എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു? സ്തോത്രം. ആ ദർശനത്തെ തള്ളിക്കളയുവാനായിട്ടിടയായിട്ടുണ്ട്. സ്തോത്രം. ദർശനം കാണുന്ന ദൈവം അതിനു വേണ്ടി അപ്പൻ എന്ത് ചെയ്തു? സ്നേഹിച്ചു. ഹല്ലേലൂയ. അപ്പൻ സ്നേഹിച്ചിട്ട് അപ്പൻ നല്ല കുപ്പായം എന്ത് ചെയ്തു? സ്വതന്ത്രം പണിതു കൊടുത്തു, അല്ലെങ്കിൽ തയ്ച്ചു കൊടുത്തു. ഹല്ലേലൂയ. നല്ല കുപ്പായം. സ്വതന്ത്രം. ഹല്ലേലൂയ. എന്നാൽ അത് സഹോദരങ്ങൾക്ക് നടുവിൽ എന്തായി തീർന്നു? നിന്ദിതനായി മാറി. സഹോദരങ്ങൾക്ക് സ്വതന്ത്രത്താനൊരു പ്രയാസമായി മാറി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വരുന്നതായ നന്മകൾ ഒരു സൈഡിൽ കൂടെ വെളിപ്പെടുമ്പോൾ മറ്റേ സൈഡിൽ കൂടെ എന്ത് വരുന്നുണ്ട്? വേദനകൾ വരുന്നുണ്ട്. സഹോദരങ്ങളുടെ നിന്ദകൾ, പഴികൾ, ദുഷികൾ ഒക്കെ സ്വന്തം യോസഫിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പക്ഷേ അപ്പൻ സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുവാൻ വേണ്ടി യോസഫിനെ പറഞ്ഞു വിടുന്നു. യോസഫിനോട് ദൈവം പറഞ്ഞില്ല സ്വന്തം ഈ കഷ്ടത നിനക്ക് വരുമെന്ന്. യോസഫിനോട് ദൈവം പറഞ്ഞില്ല ഈ പ്രതികൂലം നിനക്ക് വരുമെന്ന്. നമുക്കറിയാം, യോസഫ് സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചു ചെന്നു. സഹോദരങ്ങൾ എന്ത് ചെയ്തു? പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു. ദൈവം യോസഫിനോട് പറഞ്ഞില്ല, യോസഫേ നിനക്ക് സ്വതന്ത്രം പൊട്ടക്കിണർ വരുന്നുണ്ട് എന്ന് യോസഫിനോട് ദൈവം പറഞ്ഞില്ല. പക്ഷെ യോസഫിനോട് ദൈവം പറഞ്ഞു, നിന്റെ സഹോദരങ്ങളൊക്കെ വണങ്ങുന്ന ഒരു ദിവസമുണ്ട്, നിന്റെ അപ്പനും അമ്മയും നിന്നെ ബഹുമാനിക്കുന്ന ഒരു ദിവസമുണ്ട്, നിന്റെ സഹോദരങ്ങളെല്ലാം നിന്നെ ബഹുമാനിക്കുന്ന ഒരു ദിവസമുണ്ട്. അതിനുള്ള കാരണം ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ച മനുഷ്യനായിരുന്നു ആര്? യോസഫ്. സ്വതന്ത്രം. 20 വെള്ളിക്കാശിന് അരളിയ യോസഫിന്റെ അരളിയ വസ്ത്രം ഉരിഞ്ഞെടുത്തിട്ട് അവനെ വിൽക്കുവാനിടയായിട്ടുണ്ട്. ഇസ്മായിലിയ കച്ചവടക്കാര് അവനെ കൊണ്ട് അടിമച്ചന്തയിൽ വിറ്റു. സ്വതന്ത്രം. പൊത്തിഫേറിന്റെ ഭവനത്തിലേക്ക് അവൻ അടിമയായി പോകേണ്ടി വന്നു. സ്വതന്ത്രം. ഹല്ലേലൂയ. പൊത്തിഫേറിന്റെ വീട്ടിൽ നിന്നും കാരാഗൃഹത്തിൽ സ്വതന്ത്രം അവൻ ഹല്ലേലൂയ കടന്നു പോകേണ്ടി വന്നു. പക്ഷെ ഇവിടെയും ദർശനം ഹല്ലേലൂയ നഷ്ടമാക്കാതെ, അത് തനിക്ക് ലഭിച്ച വെളിപ്പാട് നഷ്ടമാക്കാതെ, ദൈവത്തെ സ്നേഹിക്കുന്നതിൽ ഒരല്പം പോലും കുറവ് വരുത്താതെ പൊത്തിഫേർ പറഞ്ഞത്, ഇവനോടും കൂടെ ദൈവം ഉണ്ടായിട്ടാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് സിദ്ധിക്കുന്നതെന്ന് പൊത്തിഫേറിന്റെ ഭാര്യയോട് പറയത്തക്കവണ്ണം ദൈവം യോസഫിനെ മാനിക്കുന്നു. കാരാഗ്രഹത്തിൽ അടയപ്പെട്ടു. കാരാഗ്രഹത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന യോസഫിന് ദൈവം ദർശന വ്യാഖ്യാനം കൂടെ കൊടുക്കാൻ തുടങ്ങി. വ്യാഖ്യാനം അരളിയ പറഞ്ഞു കൊണ്ട് നിന്ന യോസഫ് പറഞ്ഞു, അതിൽ നിങ്ങൾ തൽസ്ഥാനത്ത് കടന്നു ചെല്ലുമ്പോൾ അരളി എന്നെ കൂടെ ഓർത്തുകൊള്ളണമെന്ന് പറഞ്ഞു. അവരും എന്ത് ചെയ്തു?
മറന്നുപോകും. ഹല്ലേലൂയ. കാരണം ദൈവം കൊടുക്കുവാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ദൈവം തരുവാനിരിക്കുന്ന നന്മകൾ, ദൈവം തരുവാനിരിക്കുന്ന ശ്രേഷ്ഠതകൾ, ഹല്ലേലൂയ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ, ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. കാരണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചു നിൽക്കുന്ന ദൈവ പൈതലിന് വേണ്ടി ദൈവം ഒരുക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. യോസേഫിനെ രാജ്യത്തിന്റെ രണ്ടാമനാക്കി സ്വർഗത്തിലെ ദൈവം തീർത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, നാം എന്ത് ചെയ്യുക? ദൈവത്തെ സ്നേഹിക്കുന്നവനായി തീരുക. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ, യോസേഫിന്റെ സഹോദരങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി മിസ്രയീമിൽ വന്നു. ഹല്ലേലൂയ. യോസേഫ് ഉണ്ടെന്ന് പറഞ്ഞല്ല അവർ വന്നത്. ഹല്ലേലൂയ. കടന്നു വന്നപ്പോൾ യോസേഫിന്റെ അടുക്കലേക്കാണ് അവരെ പറഞ്ഞു വിട്ടത്. ഹല്ലേലൂയ. അവൻ പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോൾ യോസേഫിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് യോസേഫ് കൊണ്ടുവന്ന ഭക്ഷണങ്ങൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോസേഫിന് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പോലും അവര് തയ്യാറായില്ല. ഹല്ലേലൂയ. യോസേഫിന്റെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് അവർ ഭക്ഷണം കഴിച്ചത്. എന്നെ ഇവിടെ നിന്ന് രക്ഷിക്ക്, സഹോദരന്മാരെ എന്നെ ഇവിടുന്ന് രക്ഷിക്ക് എന്നവൻ വളരെ കെഞ്ചു പറഞ്ഞതാണ്. പക്ഷേ അവര് രക്ഷിക്കാനും തയ്യാറായില്ല. സ്വന്തം അവന്റെ മുഖത്തേക്ക് നോക്കി ഭക്ഷണം കഴിക്കുമ്പോഴും ഹല്ലേലൂയ, യോസേഫിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നിന്റെ സഹോദരങ്ങൾ ഇന്ന് നിന്റെ മുഖത്ത് നോക്കി ഭക്ഷണം കഴിക്കുന്നുണ്ട്, നിന്നെ നോക്കി ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നീ പട്ടിണി കിടക്കുക, നീ വേദനയിലുമാണ്, നീ ദുഃഖത്തിലുമാണ്. പക്ഷേ ഒരു നാൾ ഈ ഭക്ഷണം നീ ഇവർക്ക് കൊടുക്കത്തക്കവണ്ണം സാഹചര്യങ്ങൾ ഞാൻ ഒരുക്കി തന്ന ഇവരുടെ നടുവിൽ വെച്ച് തന്നെ ഞാൻ നിന്റെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, സ്വന്തം യോസേഫിന്റെ അടുക്കലാണ് സഹോദരങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി വരുന്നത്. ഹല്ലേലൂയ. യോസേഫ് തന്നെത്താൻ വെളിപ്പെടുത്തുവാൻ കഴിയാതെ അവർക്ക് ആഹാര സാധനങ്ങൾ കൊടുത്തുവിട്ടു. സഹോദരനിൽ ഒരുവരെ പിടിച്ചു തന്റെ കൂടെ നിർത്തി. ഹല്ലേലൂയ. അവർ സ്വന്തം ചില നാളുകൾക്ക് ശേഷം വീണ്ടും ഭക്ഷണത്തിന് വേണ്ടി അവർ വരുന്ന രംഗങ്ങളൊക്കെ നമുക്കറിയാം. ഹല്ലേലൂയ. അവിടെ വെച്ച് യോസേഫ് പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ സഹോദരനായിരിക്കുന്ന ഞാൻ യോസേഫാണ് ഞാൻ എന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതെ, നമ്മുടെ അപ്പനോട് ചെന്ന് പറയണം, ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയണമെന്ന് പറയുവാനിടയായിട്ടുണ്ട്. ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവം സ്നേഹിക്കുന്നവർക്ക് ഒരുക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ദൈവമക്കൾ, ഹല്ലേലൂയ, അവർക്ക് വേണ്ടി ദൈവം ശ്രേഷ്ഠമേറിയ നന്മകളാണ് ഒരുക്കുന്നത്. സ്വന്തം ദൈവത്തെ സ്നേഹിക്കുന്നവര് സ്വന്തം കൂടുതൽ ബൈബിൾ വായിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യും? താല്പര്യപ്പെടും. സ്വന്തം ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ഒരു പ്രത്യേകത. കാരണം ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവവൈദ്യൽ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ അവൻ അനുഗ്രഹിക്കപ്പെടും. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, നീ രാവിലെയും വൈകിട്ടും എന്റെ ന്യായപ്രമാണ പുസ്തകം എന്ത് ചെയ്യണം? വായിക്കണം. സ്വതന്ത്രം. അങ്ങനെ വായിച്ചാൽ നിന്റെ കാര്യങ്ങളെല്ലാം എന്തായിത്തീരും? സാധ്യമായിത്തീരും. നീ കൃതാർത്ഥനാകും. സ്വതന്ത്രം. ദൈവവചനം വായിച്ചാൽ സ്വതന്ത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുന്നുള്ളൂ? സ്വതന്ത്രം. ബൈബിൾ വായിക്കാനായി കഴിയുന്നു. സ്വതന്ത്രം. ഹല്ലേലൂയ. ദൈവവചനം വായിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവനും ഭാഗ്യവാൻ. അല്ലേ? ദൈവവചനം വായിക്കുന്നവനും ദൈവവചനം വായിച്ച് കേൾക്കുന്നവനും ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. കാരണം അവൻ അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാത്രമല്ല, റോമാലേഖനം 8-ാം അധ്യായം
28-ാമത്തെ വാക്യം വായിച്ച് ദൈവത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ സ്വന്തം ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ കേട്ടോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയം. എന്താണ് നിർണയം? സ്വതന്ത്രം. എന്താണ് നിർണയം എന്ന് പറയുന്നത്? നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ. ഹല്ലേലൂയ. സ്വതന്ത്രം. എന്താണ് നിർണയം? ഹല്ലേലൂയ. സ്വതന്ത്രം. ദൈവത്തിന്റെ പ്രത്യേക കോളിംഗ് ആണ്. സ്വതന്ത്രം. ദൈവം പ്രത്യേകമായി കണ്ടിരിക്കുന്ന ഒരു വീട്, ദൈവം പ്രത്യേകമായി കണ്ടിരിക്കുന്ന വ്യക്തി, സ്വതന്ത്രം. ദൈവം സ്നേഹിക്കുന്ന ദൈവത്തിന്റെ പൈതൽ. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ പൈതൽ, ദൈവം സ്നേഹിക്കുന്ന ദൈവ പൈതൽ, അത് ദൈവത്തിന് വേണ്ടി പ്രത്യേകമായി ഈ ഹല്ലേലൂയ ചാത്തന്നൂര് ദേശത്ത് ഹല്ലേലൂയ സ്വതന്ത്രം ഓരോ സ്ഥലങ്ങളിലും സ്വതന്ത്രം ചിതറി പാർക്കുന്ന ഓരോരുത്തരെ ദൈവം തെരഞ്ഞെടുത്ത ആക്കി വെച്ചിരിക്കുന്നവരെ ദൈവം ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം അവരെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഹല്ലേലൂയ. നോക്കിയേ, ദൈവവേദന്റെ ദൈവം ചെയ്തിരിക്കുക നിർണയപ്രകാരം. ദൈവത്തിന്റെ നിർണയം. ഹല്ലേലൂയ. സ്വതന്ത്ര മോശയെ ദൈവത്തിന്റെ നിർണയപ്രകാരം ദൈവം ആക്കി വെച്ച ദൈവദാസനാണ് മോശ. മോശയോട് ദൈവം പറയുന്നുണ്ട്, ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന് എന്റെ ദൂതനെ നിനക്ക് മുൻപാകെ അയക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ നിർണയമുള്ള ഒരു ദൈവ പൈതൽ ആരുടെ എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ആരാ? ദൈവമാണ്. സ്വതന്ത്രം. ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവം നിയമിക്കുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് പോകുവാൻ കഴിയത്തുള്ളൂ. സ്വതന്ത്രം. ഹല്ലേലൂയ. അതേ സ്വതന്ത്രം. പൗലോസ് അപ്പോസ്തലൻ ഒരു പ്രാവശ്യം ഹല്ലേലൂയ അതേ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുവാൻ സ്വയം തീരുമാനമെടുത്തു, യാത്ര ചെയ്യുവാൻ താല്പര്യപ്പെട്ടു, മുൻപോട്ട് സ്റ്റെപ്പ് എടുത്തു വെച്ചു. സ്വതന്ത്രം. ദൈവം പറഞ്ഞു പോകണ്ട, ആ സ്ഥലത്ത് നീ പോകണം. സ്വതന്ത്രം. ആ സ്ഥലത്തേക്ക് നീ പോകണ്ട. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു സ്വതന്ത്രം. ഒരു മനുഷ്യൻ ഇന്ന് വിളിക്കുന്നത് പോലെ ഹല്ലേലൂയ ഇങ്ങനെ മോശെ അതെ പൗലോസിനെ വിളിക്കുക. പൗലോസേ, നീ വാ ഞങ്ങളെ സഹായിക്കാൻ, നീ വാ ഞങ്ങളെ സഹായിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ നിന്ന് വിളിക്കുന്നത് പോലെ സ്വതന്ത്രം ആരുടെ പൗലോസിനെ വിളിച്ചു. ഹല്ലേലൂയ. പൗലോസിനോട് ദൈവം പറഞ്ഞു, നീ മക്കദോന്യയിലേക്ക് പോകുക. പലയിടത്തും പോകാതിരിക്കാൻ പരിശുദ്ധാത്മാവ് വിലക്കിയിട്ട് ദൈവത്തിന്റെ നിർണയപ്രകാരമുള്ള സ്ഥലത്തേക്ക് ആരുടെ നിർണയപ്രകാരം വിളിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലിനെ അയക്കുന്ന ദൈവമാണ്. ആരുടെ പൗലോസ് ആരുടെ മക്കദോന്യയിൽ ചെന്ന് പുഴവക്കത്ത് നിന്ന് പ്രസംഗിക്കുമ്പോൾ ഹല്ലേലൂയ രക്താംബരം വിൽക്കുന്ന സ്ത്രീയെ അവർ കുടുംബമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനിടയായിട്ടുണ്ട്. ഫിലിപ്പിയ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സഭ സ്ഥാപിതമായി തീരുവാനിടയായിട്ടുണ്ട്. സ്നേഹിക്കുന്ന ദൈവ വൈതലിനെ അവന് ദൈവം സ്നേഹിക്കുന്നുണ്ട്. അവന് ദൈവം സ്നേഹിക്കുന്ന ദൈവത്തിന്റെ വൈതലിനെ വചനം പറയുന്നു, നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി പൗലോസ്. സ്വതന്ത്രം. ഹല്ലേലൂയ. മക്കദോന്യയിൽ വെച്ച് ഹല്ലേലൂയ വെളിച്ചപ്പാട്ട് സ്ത്രീയിൽ വ്യാപരിച്ച ഹല്ലേലൂയ ദുരാത്മാവിനെ ശാസിച്ചത് മുഖാന്തരം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. എന്താ സംഭവിച്ചത്? കാരാഗ്രഹത്തിന്റെ അടിത്തറ ദൈവം ഇളക്കി. ഹല്ലേലൂയ. കാരണം എന്താണ്? അവര് പ്രാർത്ഥിക്കുകയും പാടുകയും സ്തുതിക്കുകയും ചെയ്തു കഴിഞ്ഞ
കഴിഞ്ഞപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിത്തറ ദൈവമിളക്കി. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെടുന്നതിന് അത് മുഖാന്തരമായി മാറി, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചു. കാരാഗ്രഹത്തിന് ഒരു സഭ സ്ഥാപിതമായി. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെട്ടത് മുഖാന്തരം ഹല്ലേലൂയ ഫിലിപ്പിയ സഭ വളരെ ഡെവലപ്പായി തീരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, ദൈവത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാരം വരുമ്പോൾ നാം ഒരു കാരണവശാലും നമ്മുടെ മനസ്സ് തളർന്നു പോകരുത്. ഒത്തിരി വിഷയങ്ങളിൽ ദൈവമക്കളുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. കാരണം ദൈവമക്കളായതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്, കടന്നു വരുന്നത്. ഈ പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുന്നത് തലമുറകളോടുള്ള ബന്ധത്തിൽ, കുടുംബത്തോടുള്ള ബന്ധത്തിൽ, സാമ്പത്തിക വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒത്തിരി ഞെരുക്കങ്ങൾ, ഒത്തിരി ശൂന്യതകൾ, ഒത്തിരി പ്രയാസകരമായ അനുഭവങ്ങൾ, ആണീയ ഹൃദയം പൊട്ടുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ എന്ത് ചെയ്യാം, കടന്നു വരും. ഹല്ലേലൂയ. ഈ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്. ഹല്ലേലൂയ. വായിച്ചേ 4-ാമത്തെ വാക്യം. 23-ാം സങ്കീർത്തനം. ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയിൽ പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഹല്ലേലൂയ, സൂര്യൻ താഴ്വരെ കൂടി നടന്നാൽ ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയിൽ പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അതിന്റെ 3-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിച്ചേ. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. അപ്പൊ നമ്മളെ ഹൃദയത്തിൽ വലിയ ഭാരം, വലിയ വേദനകളിൽ വരുവാൻ സാധ്യതകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. കാരണം നമ്മൾ ദൈവമക്കളായതുകൊണ്ട്, ദൈവത്തെ വിളിക്കുന്നത് കൊണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒത്തിരി പ്രയാസകരമായ അനുഭവങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. സാധ്യതകളുള്ളപ്പോൾ തന്നെ ദൈവം പറയുന്നു, എന്ത് ചെയ്യും? ദൈവം പ്രാണനെ എന്ത് ചെയ്യും? തണുപ്പിക്കും. പ്രാണനെ തണുപ്പിക്കും. ഹല്ലേലൂയ. നീ അതിനെ ഓർത്ത് ഭാരപ്പെടേണ്ട. ധൈര്യമായിരിക്കും. ഒരു കാരണവശാലും ഭാരപ്പെടേണ്ട, ധൈര്യമായിരിക്കും. ആ വിഷയത്തെ ഓർത്ത് നീ വ്യാകുലപ്പെടേണ്ട. ആ വിഷയം നിന്റെ ഹൃദയത്തിൽ ഒരു ഭാരമായി തീരത്തില്ല. ധൈര്യമായിരിക്കെ. ആ വിഷയം നിനക്കൊരു ദുഃഖമായി മാറത്തില്ല. നീ ധൈര്യമായിരിക്കെ എന്ന് പറഞ്ഞ് നമ്മുടെ പ്രാണനെ എന്ത് ചെയ്യും? തണുപ്പിക്കും. ഹല്ലേലൂയ. നീ ധൈര്യമായിരിക്കെ. കുഞ്ഞിന്റെ വിഷയം നീ ഭാരപ്പെടണ്ട, ധൈര്യമായിരിക്കെ. മോന്റെ വിഷയം, മോളെ വിഷയം, ഹല്ലേലൂയ, കുഞ്ഞിന്റെ വിഷയം, കുടുംബത്തിന്റെ വിഷയം, നീ ധൈര്യമായിരിക്കെ. ഞാൻ പ്രവർത്തിക്കാം. നീ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ എന്റെ കരം ചലിക്കാൻ പോവുകയാണ്. നീ വേദനപ്പെടുന്ന വിഷയത്തിന് മേൽ എന്റെ കരം ചലിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് പ്രാണനെ എന്ത് ചെയ്യുമെന്നറിയാമോ? അവൻ തണുപ്പിക്കും. ഹല്ലേലൂയ. എന്നിട്ട് തിരുനാമം നിമിത്തം അവൻ നീതിപാതകളിൽ എന്ത് ചെയ്യും? നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും പിന്തുടരുന്ന അവസ്ഥയിൽ ദൈവത്തിനെ ഉയർത്തും. നോക്കിക്കേ, ദാവീദേ, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവം പറയാനുണ്ടോ? അയ്യോ, പറയണോ? എന്തുമാത്രം പറയണം? അവൻ പറയുകയാണ്, അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചിരുന്നു, സഹോദരങ്ങൾ എന്നെ ഉപേക്ഷിച്ചിരുന്നു. വീട്ടിലൊരു ഫംഗ്ഷൻ നടന്നാൽ എന്നെ അറിയിക്കാറില്ല. ദാവീദ് പറയും കാരണം ഹല്ലേലൂയ, ദാവീദ് അവരുടെ നടുവിൽ തള്ളപ്പെട്ടവനാണ്. ഒരിക്കൽ ശമൂവേൽ പ്രവാചകൻ വീട്ടിൽ വന്നപ്പോഴും ഹല്ലേലൂയ, അതേ തന്റെ അപ്പനായിരിക്കുന്ന ഹല്ലേലൂയ ഇശായി പറയുന്നു, ഇനി ഒരുവനുണ്ട്, അവൻ എവിടെ പോയി കിടക്കുക? ആടിനെ മേച്ചുകൊണ്ട് വനത്തിൽ കാട്ടിലാണ്. കാരണം എന്താണ്?
അവനെ സമൂഹത്തിൽ കൊണ്ടുവന്ന് നിർത്താൻ കഴിയത്തില്ല. ഒരു വലിയ നല്ല ഫംഗ്ഷൻ നടക്കുമ്പോൾ അവനെ കൊണ്ടുവരാൻ പോലും താല്പര്യം കാണിക്കാത്ത മാതാപിതാക്കൾ. ഇതിന്റെ നടുവിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ ദാവീദ് പറയുകയാണ്, എന്റെ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവമുണ്ട്. അപ്പൻ ഉപേക്ഷിച്ചപ്പോൾ, അമ്മ ഉപേക്ഷിച്ചപ്പോൾ അവന്റെ ഹൃദയത്തിന്റെ വേദന എന്തായിരിക്കും? ദൈവമക്കളെ, ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ നടന്നു വരുന്ന ഒരു സാഹചര്യമാണിത്. അപ്പൻ ഉപേക്ഷിക്കുന്ന നിലപാട്, അമ്മ ഉപേക്ഷിക്കുന്ന നിലപാട്, സ്വന്തം കുഞ്ഞുങ്ങളെ അത് ഇഷ്ടപ്പെടാത്ത മാതാപിതാക്കള്, സ്വന്തം മാതാപിതാക്കളെ ഇഷ്ടപ്പെടാത്ത തലമുറ, ഒരു വല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നാം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് തിരുവല്ലാമൻ എന്ന് പറയുന്ന സ്ഥലത്ത് അതേ ഒരു പിഞ്ചു കുഞ്ഞിനെ അതേ ഹൈന്ദവ ആചാരപ്രകാരം നൂലുകെട്ട് ഇന്ന് നടത്തണമെങ്കിൽ ഇന്നലെ രാത്രിയിൽ ആ കുഞ്ഞിനെ ആറ്റിലെറിഞ്ഞ് കൊല്ലുവാനിടയായിട്ടുണ്ട്. 40 ദിവസം മാത്രമുള്ള പിഞ്ചു കുഞ്ഞിനെ ഒരപ്പൻ, ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, എന്തെല്ലാം മ്ലേച്ഛകരമായ പൊതുജനത്തിന്റെ നടുവിൽ പറയാൻ പറ്റാത്ത മ്ലേച്ഛകരമായ പ്രവൃത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം കുഞ്ഞിനെ കല്ലിന്റെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കൊല്ലുന്ന മാതാവ്, സ്വന്തം കുഞ്ഞിനെ, തുറന്നു വീണ കുഞ്ഞിനെ അതേ ബക്കറ്റിനകത്ത് കൊണ്ടുവന്ന് അതേ കുപ്പയ്ക്കകത്തേക്ക് ഇട്ടുകളയുന്ന മാതാവ്, പുരുഷൻ തൊട്ടിൽ കൊണ്ടുവന്ന് വെക്കുക, വഴിയോരത്ത് കൊണ്ടുവന്ന് വെക്കുക. എന്തെല്ലാം അതേ വാർത്താ മാധ്യമങ്ങളിൽ കൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി ദൈവം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഒരമ്മ തന്നെ കുഞ്ഞിനെ മറക്കുമ്പോൾ, മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം നോക്കുകയും, ഒരമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. കരയുന്ന മാതാവിന്റെ കരച്ചിൽ ദൈവം കാണുന്നു, കരയുന്ന പിതാവിന്റെ കരച്ചിൽ ദൈവം കാണും, കരയുന്ന കുഞ്ഞിന്റെ കരച്ചിൽ ദൈവം കാണും, കരയുന്ന മോളുടെ കരച്ചിൽ ദൈവം കാണും, കരയുന്ന മോന്റെ കരച്ചിൽ ദൈവം കാണും, കരയുന്ന ഓരോരുത്തരുടെയും കരച്ചിൽ ദൈവം കാണും. കാരണം സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. കണ്ണീര് വീഴുന്ന ആ വീഴ്ച ഓരോ തുള്ളി കണ്ണീരിന്റെയും വില മനുഷ്യൻ നിശ്ചയിക്കുന്നത് പോലെയല്ല. ആ കണ്ണുനീരിന്റെ വില, ആ കണ്ണുനീരിന്റെ വില എന്ന് പറയുന്നത് ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച ദൈവം കൊടുക്കുന്ന വില മാനുഷിക വിലയല്ല. ഈ ലോകം അതേ വെച്ചിരിക്കുന്ന വിലയല്ല, ദൈവത്തിന്റെ വില. ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, പാട്ടുകാരൻ പറയുന്നുണ്ട്, കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് യേശുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് വേഗുന്നു യേശുണ്ട്. ആരെല്ലാം നിന്നെ അകറ്റി
നെഞ്ചോട് ചേർക്കുന്നോരേശുവുണ്ട്. നിന്നെ നെഞ്ചോട് ചേർക്കുന്നോരേശുവുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുന്നു അളന്നെടുത്ത് അനുഗ്രഹമേകുന്നു യേശുവുണ്ട്. നമ്മുടെ കണ്ണീര് തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു യേശു നമുക്ക് ഉണ്ട്. ദൈവത്തെ കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹിക്കുന്ന ദൈവ പൈതലിനെ സ്തോത്രം. എത്ര വലിയ പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, സ്തോത്രം, എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അതിന്റെ നടുവിൽ സ്തോത്രം കൊണ്ടുവന്ന് നിർത്തി കിരീടം വെച്ച് അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, എസ്തേറിന്റെ പുസ്തകത്തിൽ ഒരു മൊർദെഖായി വലുതീരെ കരഞ്ഞു നടന്ന മനുഷ്യൻ. ഹല്ലേലൂയ. കാരണം തനിക്കെതിരെ 50 മുഴം ഉയരത്തിൽ കഴിവരം ഉണ്ടാക്കി ഹാമാൻ അവരുടെ 10,000 വെള്ളി താലന്ത് കൊണ്ടുവന്ന് അതേ സ്വന്തം രാജാവിന് കൊടുത്തിട്ട് രാജാവിന്റെ മോതിരം മേടിച്ച് ഹല്ലേലൂയ രേഖ തയ്യാറാക്കി കാത്തിരിക്കുക മൊർദെഖായിയെ തൂക്കിക്കൊല്ലാൻ. ഹല്ലേലൂയ. രാജാവ് സ്തോത്രം രാത്രി മുഴുവനും ഉറക്കമില്ലാതെ കിടന്ന കൂട്ടത്തിൽ ഹല്ലേലൂയ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം എടുത്ത് വായിച്ചപ്പോൾ അന്ന് തന്നെ രക്ഷിച്ച മൊർദെഖായിക്ക് യാതൊന്നും ചെയ്തില്ല എന്ന് രാജാവ് കണ്ടിട്ട് ഹല്ലേലൂയ അതേ സ്തോത്രം ആരുണ്ട് എന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ ഹാമാൻ ഹല്ലേലൂയ ഏത് വിധേനയും മൊർദെഖായിയെ തൂക്കിക്കൊല്ലാൻ വേണ്ടി പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഉടനെ പറഞ്ഞു ഞാനുണ്ട് എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി ചെല്ലുന്ന ഹാമാനെ നമുക്ക് കാണാം. രാജാവ് പറയുകയാണ്, രാജാവ് ബഹുമാനിക്കാനിരിക്കുന്നവനെ എങ്ങനെയെല്ലാം ബഹുമാനിക്കണം. സ്തോത്രം. വളരെ സ്തോത്രം. ഹാമാൻ വിചാരിച്ചു ഹാമാന് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഹാമാൻ പറയുകയാണ്, രാജാവിന്റെ കിരീടം അവൻ വെക്കണം, രാജാവിന്റെ മുദ്രമോതിരം ധരിക്കണം, രാജാവിന്റെ വസ്ത്രം ധരിക്കണം, രാജാവ് കയറുന്ന കുതിരപ്പുറത്ത് അവൻ കയറണം. ഹല്ലേലൂയ. രാജാവ് ബഹുമാനിക്കാനിരിക്കുന്നവനെ ഇവണ്ണം ബഹുമാനിക്കണമെന്ന് പറഞ്ഞ് ആ രാജ്യം മുഴുവൻ വിളിച്ചു പറയണമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ സ്വതന്ത്രം അത് മൊർദെഖായിക്ക് വേണ്ടി നീ ചെയ്യണം. ഹല്ലേലൂയ. അവന്റെ മുൻപിൽ നീ തന്നെ നടന്നുകൊണ്ട് പറയണം, രാജാവ് ബഹുമാനിക്കാനിരിക്കുന്നവനെ ഇവണ്ണം ബഹുമാനിക്കുമെന്ന് നീ തന്നെ പറയണം. സ്വതന്ത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വൈദ്യരെ വചനം ഇങ്ങനെ പറയുന്നു, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എത്ര വലിയ പ്രതികൂലം നിനക്കെതിരെ എഴുതി വിട്ടാലും അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന ദൈവത്തെ ബഹുമാനിക്കും. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം സ്നേഹിക്കുന്നവർക്ക്. വായിച്ചേ. സ്വന്തം. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 1-12 വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം. സ്നേഹിക്കുന്ന ദൈവമേ, സ്വതന്ത്രം. ദൈവം നിന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നീ ദൈവത്തെ സ്നേഹിക്കണം. നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന ദൈവം നിനക്ക് തരുന്ന ഒരു കിരീടമുണ്ട്. അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന
ഇപ്പോൾ പരീക്ഷയാണല്ലോ, ഇപ്പൊ പ്രതികൂലമാണല്ലോ, ഇപ്പൊ ഭാരമാണല്ലോ എന്നോർത്ത് നീ ഭാരപ്പെടുന്നു. സ്വതന്ത്രം ഒന്നിനെ ഓർത്ത് ഭാരപ്പെടും. ഇപ്പോൾ സ്വതന്ത്രം ഈ അതേ സ്വതന്ത്രം COVID-19 എന്ന് പറയുന്ന മാരക വൈറസ് അതിന്റെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുക. ദേശം മുഴുവനും പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുക. കോടിക്കണക്കിന് ജനങ്ങളുടെ സ്വതന്ത്രം ഹല്ലേലൂയ അതേ ഭവനങ്ങളിൽ സ്വതന്ത്രം ശക്തമായ വ്യാപനം നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് സ്വസ്ഥതയില്ലാത്ത അന്തരീക്ഷമാണ്. ഹല്ലേലൂയ ഭവനങ്ങളിൽ, രാജ്യങ്ങളിൽ സ്വതന്ത്രം, സ്വതന്ത്രം സംസ്ഥാനങ്ങളിലൊക്കെ അല്ലെങ്കിൽ എല്ലാം ഇന്ത്യയിലുള്ള 29 സംസ്ഥാനങ്ങളിലും ഹല്ലേലൂയ ഇതിന്റെ വ്യാപനമുണ്ട്. അല്ലെങ്കിൽ ലോക രാജ്യങ്ങളിലെല്ലാം ഇതിന്റെ വ്യാപനങ്ങളുണ്ട്. ഹല്ലേലൂയ ഒരു രാജ്യത്തെയും ഈ കോവിഡ് വിട്ടിട്ടില്ല. എല്ലാ രാജ്യങ്ങളിലും ഇതിന്റെ വ്യാപനം നടക്കുന്നുണ്ട്. ഏറ്റക്കുറച്ചുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ കണ്ടുപിടിക്കാൻ, ഹല്ലേലൂയ അതിന്റെ രോഗത്തിന്, ഹല്ലേലൂയ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതിന് വേണ്ടി, ഹല്ലേലൂയ അതേ സ്വതന്ത്രം ഒരു ഹല്ലേലൂയ ആന്റിബയോട്ടിക് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഒരു ഹല്ലേലൂയ സ്വതന്ത്രം മരുന്ന് കണ്ടുപിടിക്കുവാൻ ഒരൊറ്റ മനുഷ്യന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു സയന്റിസ്റ്റിന് കഴിഞ്ഞിട്ടില്ല. സ്വതന്ത്രം ശാസ്ത്രലോകം അതിനുവേണ്ടി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വാക്സിനും സ്വതന്ത്രം ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. കണ്ടുപിടിച്ചതൊന്നും ഹല്ലേലൂയ വിജയപ്രദമാക്കിയിട്ടില്ല. സ്വതന്ത്രം കണ്ടുപിടിച്ച വാക്സിനുകളൊന്നും വിജയപ്രദമായിട്ടില്ല. സ്വതന്ത്രം എന്നാൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവത്തെ സ്നേഹിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന നിനക്ക് സ്വതന്ത്രം, ദൈവത്തെ സ്നേഹിക്കുന്ന നിനക്ക്, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം നന്മയ്ക്കായി ദൈവം ചെയ്യും. സ്വതന്ത്രം ഹല്ലേലൂയ എല്ലാ മേഖലകളിലും നന്മയോടെ ദൈവം നിന്നെ എതിരേൽക്കും. നന്മയോടെ എതിരേൽക്കും. ഏത് രാജ്യത്താണെങ്കിലും എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ഏത് രാജ്യത്തും നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കഷ്ടതയിൽ നിന്റെ അടുക്കൽ വന്നിരുന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വേദനയുടെ നിന്റെ അടുക്കൽ വന്ന് നിന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഒരു വിഷയത്തിലും നീ തളർന്നു പോകരുത്. അതുകൊണ്ട് കർത്താവ് പറയുന്ന ഒരു വാചകം എന്താന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ യോഹന്നാൻ അപ്പോസ്തലൻ കൂടെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന ഒരു സത്യമാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം സ്തോത്രം 21-ാമത്തെ വാക്യം വായിച്ചാൽ, സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തെ സ്നേഹിക്കുന്ന നമ്മൾ സഹോദരനെയും എന്ത് ചെയ്യണം? ആരോടും കൈപ്പായിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്ന നമ്മൾ സ്വതന്ത്രം സഹോദരനെ എന്ത് ചെയ്യണം? സ്നേഹിക്കുന്നുണ്ട്. സ്വതന്ത്രം സഹോദരനെ മാത്രം സ്നേഹിച്ചാൽ പോരാ. സ്വതന്ത്രം യോഹന്നാന്റെ 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. സ്വതന്ത്രം നാം ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ പൈതൽ സ്വതന്ത്രം കൽപ്പനകളെ അനുസരിച്ച് നടക്കും. ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയും. സ്തോത്രം. കൽപ്പനകളെ സ്നേഹിച്ച് നടന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ദൈവമക്കളെ സ്നേഹിക്കുന്നുവെന്ന് അതിനാൽ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പനകളെ എന്ത് ചെയ്യണം? സ്നേഹിക്കുകയും അനുസരിക്കുകയും കീഴ്പ്പെടുകയും ചെയ്യും. സ്തോത്രം. നമുക്ക് നമ്മുടെ വഴി എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. സ്തോത്രം. നമുക്ക് നമ്മുടെ വഴി, എനിക്ക് എന്റെ വഴിയാണ് സ്തോത്രം എന്ന് പറഞ്ഞ് പോകാനൊന്നും നോക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ വഴിയൊന്നും തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ നമ്മളെ
എപ്പോഴും വാച്ച് ചെയ്യുന്ന ഒരു റഡാറുണ്ട്. ഹല്ലേലൂയ. അവന്റെ തൃക്കണ്ണിന് നമ്മൾ അതല്ല മറഞ്ഞിരിക്കുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം വാച്ച് ചെയ്യുന്നുണ്ട്. സ്വന്തം ഹല്ലേലൂയ. ഞാൻ ഈ ഒന്നാമത്തെ ലേഖനത്തിലെ യോഹന്നാന്റെ ലേഖനത്തിന്റെ 5-ാം അധ്യായം എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു അധ്യായമാണ്. സ്വതം ഞാനതിൽ കൂടുതൽ സ്വതം വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നത് ആ വാക്യങ്ങൾ ഓരോന്ന് വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ സ്വതം ഹല്ലേലൂയ ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുവാനായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നു. സ്വതം അതിലെ ഹല്ലേലൂയ ഞാൻ പറഞ്ഞപ്പോൾ സ്വതം 1-2 കാര്യങ്ങൾ പറയണമെന്ന്. സ്വർഗത്തിൽ സ്വതം എനിക്ക് 5-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ സ്വതം 8-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഹല്ലേലൂയ എനിക്ക് അവിടെ നമ്മൾ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങൾ 5-ാം അധ്യായത്തിലെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട്. സാക്ഷ്യം പറയുന്നവര് മൂവരുണ്ട്. ആത്മാവ്, ജലം, രക്തം. ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. അപ്പൊ നമ്മളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? സാക്ഷ്യം പറയുന്നവരുണ്ട്. സാക്ഷ്യം പറയുന്നവർ ആരും ഇല്ല. ഞാൻ സ്വതന്ത്രം പലരും എന്നെ അറിയുന്നില്ല, ആരും അറിയുന്നില്ല എന്നുള്ള ചിന്ത വേണ്ട. നമ്മൾ കൽപ്പന പ്രമാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മളെ കുറിച്ച് എന്ത് ചെയ്യും? ഒത്തിരി കാര്യങ്ങൾ സ്വതന്ത്രം 5-ാം അധ്യായത്തിൽ പഠിക്കാറുണ്ട്. ഞാൻ സ്വതന്ത്രം മുൻപോട്ട് പോകട്ടെ. സ്വതന്ത്രം നമ്മൾ കൽപ്പനകളെ എന്ത് ചെയ്യണം? സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. ആ കൽപ്പനകൾ അനുസരിക്കുന്ന ദൈവമക്കളാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. സ്വതന്ത്രം മാത്രമല്ല. 14-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിച്ചു. 23-ാമത്തെ വാക്യം സ്വതന്ത്രം അവന്റെ കൽപ്പനകളെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം എന്ത് ചെയ്യും? നമ്മളെ എന്നെ സ്നേഹിക്കുന്നവൻ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കും. കണ്ടോ? സ്വതന്ത്രം. ഹല്ലേലൂയ. കൽപ്പനകളെ പ്രമാണിക്കുന്ന ദൈവ പൈതലിനെ പിതാവ് സ്നേഹിക്കും. എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരെ എന്റെ അപ്പൻ സ്നേഹിക്കും, എന്റെ അപ്പച്ചൻ സ്നേഹിക്കും, പിതാവ് ദൈവം സ്നേഹിക്കും. ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ സ്വന്തം യേശുവിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന ദൈവ പൈതലിന് പിതാവിന്റെ സ്നേഹം കിട്ടും. സ്വന്തം പിതാവിന്റെ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ ദൈവമക്കളെ നമ്മൾ പരാജയപ്പെട്ടു പോകത്തില്ല. പിതാവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഹല്ലേലൂയ വലിയ സ്നേഹമാണ്. സ്വന്തം ഒരിക്കൽ യേശു പറഞ്ഞു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. അവയകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. അവയെ എന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയത്തില്ല. പിതാവിന്റെ മകനായ യേശു കർത്താവ്, നമ്മുടെ കർത്താവ്, നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ ദൈവമായ കർത്താവ് ഹല്ലേലൂയ പറയുകയാണ്, എന്റെ കയ്യിൽ നിന്നും അവയെ പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ യേശുവിനെ സ്നേഹിക്കണം. പിതാവ് ദൈവത്തെ സ്നേഹിക്കണം. പരിശുദ്ധാത്മാവ ദൈവത്തെ നാം സ്നേഹിക്കണം. ദൈവത്തിന്റെ കൽപ്പനകളെ നമ്മൾ സ്നേഹിക്കുകയും ആചരിക്കുകയും ചെയ്യണം, അനുസരിക്കണം, സ്വന്തം കീഴ്പ്പെടണം. ഹല്ലേലൂയ. ദൈവവചന പ്രകാരം നമ്മൾ ജീവിക്കാൻ തയ്യാറാണ്. 23-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചു. 23-ാമത്തെ വാക്യം. ഹല്ലേലൂയ. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. പിതാവിനെ, യേശുവിനെ സ്നേഹിക്കുന്നവനെ എന്ത് ചെയ്യും? അവന് വചനം പ്രമാണിക്കും. വചനം പ്രമാണിക്കും.
സ്വന്തം വചനം പ്രമാണിക്കുന്നവനെ പിതാവ് സ്നേഹിക്കുന്നു. യേശുവിന്റെ വചനം പ്രമാണിക്കുന്നവനെ പിതാവ് സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. മാത്രമല്ല സ്തോത്രം, ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഹല്ലേലൂയ, 69-ാം സങ്കീർത്തനം, 69-ാം സങ്കീർത്തനം 36-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, സിയോനിൽ അവനെ വാസം ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവവൈദ്യരെയും, ഹല്ലേലൂയ, സിയോൻ ദൈവം വസിക്കുന്ന സ്ഥലം, ദൈവത്തിന്റെ സിംഹാസനം ഇരിക്കുന്ന സ്ഥലം. ഹല്ലേലൂയ. സിയോൻ ദൈവ മക്കൾ വസിക്കുന്നവരുടെ കൂട്ടത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവവൈദ്യരും എന്ത് ചെയ്യും? വസിക്കും. 69-ാം സങ്കീർത്തനം 36-ാമത്തെ വാക്യം. അവന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കും. സിയോനിൽ വസിക്കും. ഹല്ലേലൂയ. നമുക്ക് പാർപ്പിടമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ വൈദ്യന് വേണ്ടി ദൈവം ഒരുക്കുന്ന ശ്രേഷ്ഠമേറിയ അനുഭവങ്ങളുണ്ട്. പാർപ്പിടമുണ്ട്, വസ്തുവുണ്ട്, പാലപ്പടമുണ്ട്, കയ്യിലുമായിരിക്കെ വീട് ദൈവം തരും. സ്വതന്ത്രം ഭവനം ദൈവം തരും, നല്ല വസ്തുക്കൾ ദൈവം തരും. ദൈവം സ്നേഹിക്കുന്നവർക്ക് ഒരുക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. സ്വതന്ത്രം നിന്റെ ഉള്ളത്തിൽ ദൈവം ഉല്ലാസം തരാൻ പോയ, സന്തോഷം തരാൻ പോയ, ആനന്ദം തരാൻ പോയ. സ്വതന്ത്രം ദൈവത്തെ സ്നേഹിക്കാത്തവരുടെ അനുഭവത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ആരാണെന്ന് അവിടെ പറയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഹല്ലേലൂയ പ്രബോധനമായിട്ട് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അത് പറയുക, അവൻ ആരാണ്? ശപിക്കപ്പെട്ടവനാണ്. ദൈവത്തെ സ്നേഹിക്കാത്തവൻ ആരാണ്? ശപിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. സ്വതന്ത്രം ദൈവത്തെ സ്നേഹിക്കാത്തവൻ ഒരു കാലത്തും അനുഗ്രഹിക്കപ്പെടത്തില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ അതേ സ്വതന്ത്രം അവൻ പടിപടിയായിട്ട് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേ. ദൈവത്തെ സ്നേഹിക്കുന്നവന് ദൈവത്തിന്റെ വചനം വായിക്കും, ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കും, ദൈവത്തെ സ്നേഹിക്കും. ആത്മാർത്ഥമായി പ്രാർത്ഥന, കൂട്ടായ്മ ഒന്നും നഷ്ടമാക്കാതെ സ്വതന്ത്രം എപ്പോഴും അതേ സ്വതന്ത്രം ഓട്ടക്കളത്തിൽ ഓടുന്നവൻ അനേകരെങ്കിലും ബിരുദം സ്വതന്ത്രം ഓടുവാനുള്ള വെമ്പലാണ്. ഈ പ്രാർത്ഥന വേണം, കൂട്ടായ്മ വേണം, ആത്മീയം വേണം. ആരെന്ന് പറഞ്ഞാലും സ്വതന്ത്രം ഞാൻ എന്റെ പ്രാർത്ഥന മുടക്കത്തില്ല, ഞാൻ എന്റെ ആരാധന മുടക്കത്തില്ല. എന്റെ കർത്താവിനോട് കൂടെ ഇരിക്കണം, എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കണം, എന്റെ കർത്താവിന്റെ ശബ്ദം കേൾക്കണം, എന്റെ കർത്താവിന്റെ ആലോചന കേൾക്കണം. എനിക്ക് വിടുതൽ വേണം, എനിക്ക് അനുഗ്രഹം വേണം, എനിക്ക് നന്മ വേണം, എനിക്ക് ഉയർച്ച വേണം. ഹല്ലേലൂയ. എന്റെ കർത്താവിനോട് കൂടെ ഇരിക്കുന്നതിൽ പല സന്തോഷം ഈ ലോകത്തിൽ മറ്റൊന്നിനുമില്ല. ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ സന്തോഷം കർത്താവിനോട് കൂടെ ഇരിക്കുന്നതാണ്. പൗലോസ് പറയുന്നു, വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിക്കുന്നത് ഭൂമിയിൽ നിങ്ങളോട് ചേർന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് എനിക്ക് ഉത്തമമാണെങ്കിലും അതിനേക്കാൾ അത്യുത്തമം എന്താണ്? വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിക്കുന്നതാണ് അത്യുത്തമം. ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, അതുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്നേഹിക്കാം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, 5-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൽ വായിച്ചത് ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. 5-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിലെ വാക്യങ്ങൾ നമുക്കൊന്നുകൂടെ വായിക്കാം. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും സന്തോഷിക്കും, നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവരെപ്പോഴും ആനന്ദിക്കും. സ്വതന്ത്രം നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിച്ച് സന്തോഷിക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിച്ച് സന്തോഷിക്കും. നമുക്ക് ദൈവവചനത്തിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം.
നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിച്ച സന്തോഷം, നിന്നിൽ ഉല്ലസിച്ച സന്തോഷം. ദൈവസന്നിധിയായ ദൈവമക്കളെ, ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവവൈതലാണെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമകനാണെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമകളാണെങ്കിൽ നിന്റെ ഉള്ളിൽ ദൈവം ഉല്ലാസം തരാൻ പോയി, സന്തോഷം തരാൻ പോയി. നിന്റെ ഉല്ലാസത്തെ കെടുത്താൻ നോക്കുന്ന ശത്രുവിന്റെ മണ്ഡലങ്ങളെ ദൈവം വെട്ടിമാറ്റാൻ പോയി. നിന്റെ അനുഗ്രഹത്തിന് വിരോധമായി, നിന്റെ ഉയർച്ചയ്ക്ക് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി നാളുകളായി അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തികളെ സ്വർഗം അവന്റെ ഓമനപുത്രനാകുന്ന കർത്താവിനെ നീ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ, ഹൃദയംഗമായി ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ നിനക്ക് തന്റെ ഓമനപുത്രനാകുന്ന കർത്താവിനെ തരികയാണ്. ഹല്ലേലൂയ. അവൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതം ഉല്ലാസമാണ്, നിന്റെ ജീവിതം സന്തോഷപ്രദമാണ്, നിന്റെ ജീവിതം അനുഗ്രഹ തുല്യമാണ്. ഹല്ലേലൂയ. അവനോട് ചേർന്ന് ക്രിസ്തീയ ജീവിതം തുടരാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ.